അപ്പം നമ്മുടെ 14-ാം ദിവസം നമ്മുടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത് കാശിമഠമാണ്, നമ്മുടെ നാസിക്കിലെ കാശിമഠമാണ് എന്നാണ് നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലം. ഇപ്പോൾ റൂം നമ്പർ 10 ആണ് നമ്മൾ ഇന്നലെ ഉപയോഗിച്ചത്. ഇവിടെ 4 പേര്. 12 മണിയല്ലേ? എത്ര മണി? ഒരു മണിയായി. രാത്രിയില് ബിഗുവാണ് ഫുഡും കഴിച്ചിട്ടില്ല. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ബദാം മിൽക്ക് കുടിച്ചിട്ട് കിടന്നാണ്. മട്ടിപ്പോന്ന് ഇവരൊന്നും കുടിച്ചില്ല. കുറെ ഞാൻ തന്നെ കുടിച്ച് വെള്ളത്തിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ നമ്മുടെ അശ്വിൻ ഭട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അശ്വിൻ വിടുവാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ അശ്വിൻ വിടുവാൻ ഇപ്പം ലീവിലാണ് അദ്ദേഹം, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനോട് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ അന്നപൂർണ എന്ന് പറഞ്ഞ ഹോളുണ്ട്. ആ ഹോളിലാണ് ഇന്നലെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഇന്ന് രാവിലെ, ഇന്നലെയും ചെയ്ത്, ഇന്നലെ തന്നെ രാത്രി കുറച്ച് ഇന്നത്തേക്കുള്ളത് ചെയ്തു. എന്നാൽ ഇപ്പം സമയം നല്ല ലേറ്റായി. നമ്മുടെ ലാസ്റ്റ് ജ്യോതിർലിംഗമാണ് ഇന്ന്. ഭീംശങ്കർ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ യാത്രയുടെ വലിയ സമാപ്തിയാണ്. ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച പ്ലാനൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കുക്ക് ചെയ്തത്. ഇപ്പോൾ പാവയ്ക്ക, പിന്നെ ചീര, ഇത് വെണ്ടയ്ക്ക, ചീര, പരിപ്പുണ്ട്. പുട്ടിന് കൂട്ട് പരിപ്പാണ്. പുട്ട് അവിടെ പുട്ട്, പിന്നെ പരിപ്പ്, പിന്നെ പപ്പടം. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഇന്നലെ നമുക്ക് ഇത്തിരി ഇത് പൂട്ടാൻ പാടില്ല കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ പൂട്ടണ്ട, പൂട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഇന്നലെ പണി പെട്ടെന്ന് സ്പീഡ് പൂട്ടരുത്. ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ നമ്മുടെ ഇന്നപ്പന് ഒരു ചെറിയ പണി കൂടി കിട്ടി. എനിക്ക് ഇത്തവണ യാത്രയിൽ ഇത്തിരി പണി കൂടുതലാണ് കിട്ടുന്നത്. ഒരു പട്ടി വെട്ടാൻ ചാടി भाई आप इधर है ना, वर्कशॉप पे जाना है. അപ്പോൾ പട്ടി വട്ടം ചാടിയിട്ട് പട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്നപ്പന് പട്ടി വേണ്ട. ഇവിടെ ആണെങ്കിൽ ഭയങ്കര സംഭവം ലൂസായിട്ടിരിക്കുന്നതാണ്. ഇപ്പൊ രാവിലെ പോയി ശരിയാക്കണം നമുക്ക്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ വണ്ടി, നമ്മുടെ ഇന്നപ്പന സാധാരണ നമ്മൾ ഇടാറും. ഇന്നപ്പനെ പാർക്ക് ചെയ്ത് ഇവിടെയാണ് നമ്മൾ ഇടാറ്. ലഡാക്കിൽ പോയപ്പോ ഇവിടെ തന്നെ, തീർത്ഥങ്ങളക്ഷരം ഇവിടെ തന്നെ. ഇവിടെ രാമാഞ്ജനേയ ക്ഷേത്രമുണ്ട്. നമ്മുടെ നാസിക്കിലെ തന്നെ നമ്മുടെ മഠത്തിൻ്റെ ക്ഷേത്രമാണ്. അവിടെ നമ്മുടെ ഒരു സ്വാമിയുടെ വൃന്ദാവനമുണ്ട്. ഇതാണ് ആ വൃന്ദാവനവും രാമാഞ്ജനേയ ക്ഷേത്രമാണ്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇവിടെ കണ്ണാടി കൂടി നോക്കിയാൽ സാധാരണ രീതിയിലുള്ളതല്ല. സാധാരണ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. ഇത് നേരെ ശ്രീരാമനെ സീതയെ നോക്കിയിരിക്കുന്നു. അപ്പോൾ തൊഴുമ്പോൾ രണ്ടിടത്തും തൊഴണം. അപ്പോൾ നമ്മുടെ ഇന്നപ്പനും ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നാസിക്കിൽ തന്നെ നടത്തിൻ്റെ അടുത്തൊന്നും അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയെങ്കിലും വെക്കണം, അത്രയേ ഉള്ളൂ. കാരണം നാട്ടിൽ പോയിട്ട് ബാക്കി നമ്മുടെ ബൈജുവിൻ്റെ വർക്ക്ഷോപ്പുണ്ട് ചെറായിലുള്ള. ബൈജുവിൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ ശരിയാക്കുന്നത്. നമ്മുടെ ചെറായി പാലത്തിൻ്റെ താഴെയാണ് ബൈജുവിൻ്റെ വർക്ക്ഷോപ്പുള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്നപ്പനെ ശരിയാക്കാറുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ശരിയാക്കുന്നത്. ഇവിടെ ഒരു കൊട്ടലുണ്ട്, ഇത്തിരി ലൂസായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യണം. 10 മണിയായി. നമ്മുടെ ആളേതായാലും വന്നിട്ടുണ്ട്. ബമ്പർ തന്നെ മാറ്റണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചിട്ട് നാട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളവിടെ പോയി ഇതിൻ്റെ പുതിയ ലുക്കിലേക്ക് ആക്കിയാലോ എന്നാണ്. ഓഗസ്റ്റിൽ നമ്മുടെ ഇന്നപ്പൻ്റെ അടുത്ത ടെസ്റ്റാണ്. 20 വർഷം തികയാണ് ഇന്നപ്പൻ്റെ.
അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പറ്റുമെങ്കിൽ പുതിയ ലുക്കിലേക്ക് ആക്കണം എന്നുണ്ട്. നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ 14-ാം ദിവസം ആരംഭിക്കുന്നത് 6845 കിലോമീറ്ററിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നാസിക്കിലാണുള്ളത്. അതെ അതെ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നേക്കണത് ഭീംശങ്കർ സത്യം പറഞ്ഞാൽ റെനോവേഷൻ വർക്ക് നടക്കണതാണ് അവിടെ. അപ്പം ക്ലോസ്ഡ് ആണ്. നമ്മ ഇന്നലെ ലൈനിൽ നിന്നപ്പോഴും ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ ഭീംശങ്കർ കൊണ്ടെങ്കിൽ അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചല്ല, വെറുതെ പറഞ്ഞായിരിക്കും. ടാക്സിക്കാരനെന്തോ പറഞ്ഞിരുന്നു പുള്ളീൻ്റെ അടുത്ത്. ഇന്ന് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ടെമ്പററി ക്ലോസ്ഡ് ആണ്. അപ്പം നേരെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടാണ്. നാളെ എത്തുള്ളൂ. അതെ, നാളെ രാവിലെ എത്തുള്ളൂ. ഇന്ന് എവിടെയെങ്കിലും ഒരു തിരക്കായിട്ടാ കുറച്ച് സമയമുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം നമുക്ക്. ഏതായാലും ഓക്കെ. തന്നെ ഡീസൽ അടിക്കുകയാണ്. ദൈവം എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ബിഗ് തന്നെ അടിക്കുകയാണ്. ഇവിടെ ഇത്തിരി പൈസ കൂടുതലാണല്ലേ, 98 രൂപയാണ്. മഹാരാഷ്ട്ര ആണ്. മതി ഇവിടെ പയ്യ മതി. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഗുജറാത്തില് ഇപ്പോൾ നമ്മൾ പടാപ്പാവ് കഴിക്കാൻ പോവാണ്. അതെ. ഓരോ പടാപ്പാവ് കഴിക്കാം. ഇവിടെ മറ്റേ മുളകാണ് വറുത്തത്. നല്ല ചൂടാണ്. പയ്യെ കഴിക്കാൻ പറ്റുള്ളൂ. ആ നല്ല ചൂടാണ്. അപ്പം അത് ഇപ്പോൾ വറുക്കണേ വറുത്തോണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങളത് ഉച്ചക്കുള്ള ഭക്ഷണം ഇന്ന് വിഭവസമൃദ്ധമാണ്. ചോറിന് കൂട്ട് പരിപ്പുണ്ട്. എന്താണ് ഉലുവച്ചീരയാണിത്? ഉലുവച്ചീര കറിയാണ്. പിന്നെ പാവയ്ക്കുണ്ട്, വെണ്ടയ്ക്കുണ്ട്, പപ്പടമുണ്ട്. എല്ലാവർക്കും ഉണ്ട് എല്ലാ സാധനവും. ഞങ്ങൾക്ക് കൊണ്ട് പരിപ്പ്. ഞങ്ങൾ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവും. ഇന്നിപ്പോൾ ബാംഗ്ലൂർ പോകുന്ന വഴിയാണ്. എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. ബാംഗ്ലൂർ നാളെ എത്തുള്ളൂ അല്ല. അപ്പോൾ ഓക്കെ അല്ലേ. നമ്മ ഇതുവരെ ഒരു ടണലിലേക്ക് കയറിയിട്ടുണ്ടായില്ല. കുതിരാനില് കുതിരാൻ ചെറിയ ടണൽ. നമ്മുടെ കേരളത്തിലെ ടണലല്ലേ. പുതിയ ടണലിന്റെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂ കത്രാജ് ടണൽ. ചെറിയതാണ്. 1.5 കിലോമീറ്റർ, 458 മീറ്റർ. 1.5 കിലോമീറ്റർ. ഇത്രയും നേരം നമ്മൊരു ടൗണിലൂടെ ആയിരുന്നു. അയ്യോ കുറെ നേരമായി. അതെ, ഒരു ടണൽ വന്നിട്ടുണ്ട്. അതിലൂടെ പോകാം. നമ്മുടെ ടണൽ എത്രയാണ് ഏകദേശം നീളം? നമ്മുടെ ഇത്ര ഇല്ല. അതെ, 800 വെയിലില്ല. അതെ, വെയിലില്ല, മഴയില്ല. അതെ. പക്ഷെ ഇനി പുറത്തിറങ്ങുമ്പോ ഒരു ഇതുണ്ടാവും, കണ്ണടിച്ചു. അതാണ് പ്രശ്നം. അത് നമ്മള് പൂനെ കഴിഞ്ഞ് നമ്മളെ പൂനെ സൈഡ്, പൂനെയുടെ സൈഡിൽ കൂടി നമ്മൾ പോകണം. ഇന്ന് കർണാടകയിൽ സ്റ്റേ ചെയ്യണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. എന്നാലേ നാളെ ഉച്ചയ്ക്ക് എങ്കിലും ബാംഗ്ലൂർ എത്താൻ പറ്റുള്ളൂ. കാരണം ബാംഗ്ലൂർ ട്രാഫിക് നമുക്കൊന്ന് ഭയങ്കര പണിയാണ്. പെട്ടതാണ്. നമുക്ക് സന്തോഷേണ്ട വീട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കേണ്ടതാണ്. അതെ. അപ്പൊ ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് അല്ലേ അതെ 12ാമത്തെ, അപ്പൊ നമ്മളിപ്പോ 12ാമത്തെ സ്റ്റേറ്റിലേക്ക് കയറാൻ പോവാണ്. അതെ, മഹാരാഷ്ട്ര കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ നമ്മൾ കയറാൻ പോകുന്നത് കർണാടക.
നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലേക്ക് പിന്നെയും കയറാൻ പോവാണ്. കുറേ നാളായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. നാളെ ഏതായാലും നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കണില്ല. ഉച്ചക്കത്തേക്ക് പിന്നെ നമ്മുടെ സന്തോഷേൻ്റെ വീട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. കേരള ടച്ചുള്ള സ്ഥലം ദക്ഷിണേന്ത്യയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കർണാടകയിലോട്ട് കയറുകയാണ്. ഒരു പാലമുണ്ട് നമ്മുടെ അവിടത്തെ പോലെയാണ്. ഒരു പുഴ കടന്നാല് നമ്മുടെ സ്ഥലം. നമുക്കിന്ന് ബെൽഗാം ബെൽഗാമിൽ സ്റ്റേ ചെയ്യാന്നാണ് പ്ലാൻ ചെയ്യണത്. അതെ, 10 മണിയോടെയൊക്കെ അവിടെ എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില്. പിന്നെ ഫുഡ് നമ്മൾ ഇനി ഉണ്ടാക്കുന്നില്ല. പോണ വഴിക്ക് കഴിക്കാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യണത്. പിന്നെ ബാംഗ്ലൂർ പറഞ്ഞ പോലെ ചേട്ടൻ്റെ അവിടെ ആയതുകൊണ്ട് അതും അങ്ങനെയായി. അതെ, എന്റെ റിസൾട്ട് റിസൾട്ട് വരികയാണ്. ഇതാണ് കർണാടകയിലോട്ട് കേറിയിരിക്കുന്നത്. അതെ, കർണാടകയായി. ഇനിയിപ്പോ നമുക്കൊരു ഇത്തിരി ഡീസൽ അടിക്കണം. വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ ഒരു 4-5 രൂപയുടെ വ്യത്യാസമുണ്ട് കർണാടകയും മഹാരാഷ്ട്രയും തമ്മിൽ. അതിന്റെ ഇടയ്ക്ക് നമ്മ ശ്രദ്ധിച്ചൊരു കാര്യം, ബാംഗ്ലൂരിൽ വില കാണിച്ചേക്കണത് 95, മൈസൂരിൽ 90. മനസ്സിലായിട്ടില്ല. വ്യത്യാസം വന്നിട്ടാണ്. കാണുന്ന ഒരു പെട്രോൾ പമ്പിൽ നമുക്ക് നിർത്തണം. അവിടെ വെച്ച് നമുക്ക് ഫുഡും കഴിക്കണം. ഫുഡും കഴിച്ചിട്ട് വേണം പോവാൻ. അതെ, അപ്പൊ ഓക്കെ. കർണാടക RTO എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അങ്ങനെ നമ്മ ഫ്ലൈ ഓവറിൽ കൂടി പോകണോണ്ട് അടുത്തത്തെ പെട്രോൾ പമ്പിലൊന്നും കയറാൻ പറ്റില്ല. പെട്രോൾ പമ്പിൽ കേട്ടോണം ഭക്ഷണം കഴിക്കാൻ. അതെ, പെട്രോൾ പമ്പിൽ കയറിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കാരണം നമുക്ക് പാത്രം കഴുകാനൊക്കെ ആയിട്ട് സൗകര്യം എപ്പോഴും. പിന്നെ ഒന്ന് ബാത്റൂമിൽ പോവാം. പിന്നെ ചിലയിടത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ടോളിൻ്റെ അവിടെയും കിട്ടും, നല്ല ബാത്റൂമൊക്കെ കിട്ടും. അതെ, ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇപ്പോൾ കർണാടക ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഒരു പമ്പിൽ നിർത്തി. പക്ഷേ ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ പെട്രോൾ അടിച്ചില്ല. അതുമാത്രമല്ല, ഗൂഗിള് പറഞ്ഞത് തെറ്റാണ് അല്ലേ. ഇവിടെ കാശ് അതെ ഉണ്ടാവുമായിരിക്കും. 99 രൂപയാണ്. അതാണ് എനിക്ക് തോന്നണത് തന്നെയാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് ഏതായാലും ഉച്ചക്കത്തെ തന്നെ ആയതുകൊണ്ടാണ് പിന്നെ കാണിക്കേണ്ടത്. ഇനി നാളെ മുതൽ നമ്മൾ പുറത്തുനിന്നാണ് കൂടുതൽ അല്ലേ. നാളെ രാവിലെയും ഉച്ചക്കും അല്ല, രാവിലെ പുറത്തുനിന്ന്, അത് കഴിഞ്ഞിട്ട് സന്തോഷത്തിൻ്റെ അവിടെ, പിന്നെ സന്തോഷത്തിന് അവിടെയും, പിന്നെ തിരിച്ചു പോണ ദിവസം നമ്മൾ പുറത്തുനിന്നാണ് കുറച്ച്. അപ്പോൾ കുക്കിംഗ് ഏതായാലും ഇനി തീർന്നിരിക്കുന്നതാണ്. അപ്പം ഇനി ഏതായാലും കുറച്ച് വൈകും. ഏതായാലും എത്തുമ്പോൾ ഒരു 10 മണിക്ക് എത്തണം. എവിടെയെങ്കിലും പോയി നിൽക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക. ഓക്കെ, ഗുഡ് നൈറ്റ്.